പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, സത്യത്തിലും ആത്മാവിനുമുള്ള ആരാധനയായി വിശുദ്ധ കുർബാനയെ പരിചയപ്പെടുന്ന ചില എപ്പിസോഡുകളാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടത്. ഇന്ന് വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം വിശുദ്ധ കുർബാനയിലൂടെ എങ്ങനെ സാധ്യമാക്കി തീർക്കാൻ കഴിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധ റൂഹായെ ഭൂമിയിലേക്ക് അയച്ചു. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയെ നമുക്ക് നിവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം, ഓരോ ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ അവിടുന്ന് ഉജ്ജ്വലിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ ഈ ഉജ്ജ്വലനത്തെ നമുക്ക് എങ്ങനെ സാധ്യമായിത്തീരുന്നു? നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് 3 മുഖാന്തരങ്ങളാണ് തിരുവചനത്തിലൂടെ പിതാവായ ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പ്രാർത്ഥന എന്ന മുഖാന്തരത്തിലൂടെയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദ്വേഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, നമുക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്, തിരുവചനങ്ങളെ നമുക്ക് നൽകിയിരിക്കുകയാണ്. വിശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇതാ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നുവെന്ന്. അപ്പോൾ തിരുവചനത്തെ ധ്യാനിക്കുന്നതിലൂടെ, തിരുവചനത്തെ അനുസരിക്കുന്നതിലൂടെ ആത്മാവിൻ്റെയും ജീവൻ്റെയും, ദൈവിക ജീവൻ്റെയും ദൈവിക ആത്മാവിൻ്റെയും സ്പർശനം നമുക്കുണ്ടാകുന്നു. ആത്മാവും ജീവനുമായിട്ട് തിരുവചനങ്ങൾ രൂപാന്തരപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആരാധന എന്ന മുഖാന്തരത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ 3 ഘടകങ്ങളുടെയും ഒരു സംഗമമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന ആരാധനയിലേക്ക് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ ഒരുങ്ങുന്നത്, പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത്. രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഓരോ വിശുദ്ധ കുർബാനയിലും തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനുശേഷമാണ് അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിലേക്ക് അവിടുന്ന് പ്രവേശിച്ചത്. അപ്പോൾ ഇതാ തിരുവചനങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, അതുപോലെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് മാമോദിസായിലൂടെ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന ആരാധനയെ നമ്മൾക്ക് സഭ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. പിതാവായ ദൈവം പുത്രൻ തമ്പുരാനിലൂടെ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. മാമോദിസായിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തി സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ, ഒരു ശിശുവിനെ ദൈവാലയത്തിൻ്റെ നടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പുരോഹിതൻ ചില ഉപദേശങ്ങൾ ആ ശിശുവിൻ്റെ പുരോഹിതന് അല്ലെങ്കിൽ ശിശുവിനെ തലതൊട്ട വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഇതാണ്, ഈ ശിശുവിനെ ദൈവാലയ ആരാധനയിൽ ശുഷ്കാന്തിയുള്ളവനാക്കി വളർത്തണം. ഈ ശിശുവിനെ വേദപാഠം പഠിപ്പിക്കണം. ഈ ശിശുവിന് സുവിശേഷ കാര്യങ്ങളിൽ അവന് താല്പര്യമുണ്ടാക്കണം. അവനെ ആരാധന, വിശുദ്ധ കുർബാന എന്ന ആരാധനയിലേക്ക് അവനെ ആകർഷിക്കണം, അവനെ കൊണ്ടുവരണം. അങ്ങനെ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിലൂടെ, അവന് ലഭിച്ചിട്ടുള്ള വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഒരു കുടുംബ പ്രാർത്ഥനയുണ്ടായിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും തിരുവചനത്തിലൂടെയും മാമോദീസായിലൂടെ സ്വീകരിച്ച അഭിഷേകത്തെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന ഒരു കൽപ്പന മാമോദീസ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിന് ദൈവാലയത്തിൻ്റെ നടയിൽ വെച്ച് പുരോഹിതൻ, മാമോദീസ മുക്കിയ പുരോഹിതൻ നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്ന ആരാധനയിലെ ആശീർവാദങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ ആശയം നമുക്ക് പിന്നെയും വ്യക്തമാക്കാൻ സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാനമായിട്ടും 4 ആശീർവാദങ്ങൾ, ധാരാളം ആശീർവാദങ്ങൾ വേറെയുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട 4 ആശീർവാദങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ആശീർവാദം, ആദ്യത്തെ ആശീർവാദം, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇതാണ് അന്ത്യോക്യൻ ക്രമത്തിലുള്ള സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ ആശീർവാദം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പിതാവിൻ്റെ സ്നേഹം. ആ പിതാവിൻ്റെ സ്നേഹം നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും അനുഭവിക്കണം.
എങ്ങനെയാണിത് അനുഭവിക്കാൻ സാധിക്കുക? പിതാവിൻ്റെ സ്നേഹം ആരിലേക്കാണ് ചുരിഞ്ഞിരിക്കുന്നത്? പിതാവിൻ്റെ സ്നേഹം ചുരിഞ്ഞിരിക്കുന്നത് അനുദപിക്കുന്ന പാപിയിലേക്കാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുടിയനായ പുത്രൻ്റെ ഉപമയിൽ ഇതാ പിതാവിൻ്റെ അടുക്കിലേക്ക് ഈ പുത്രൻ വരുന്നുണ്ട്. അപ്പോൾ ആ പുത്രനിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയുന്നത് ആ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ കർത്താവ് യേശു ക്രിസ്തു ആവിഷ്കരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരു വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അനുദപിക്കുന്ന പാവിയുടെ ഒരു മനോഭാവത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ടത്. അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ, വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയിലൂടെ അനുദപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിതാവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും പറയാണ്, പുത്രൻ്റെ കൃപ, പുത്രനാം ദൈവത്തിൻ്റെ കൃപ. പുത്രൻ്റെ കൃപ എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ കൃപയാണ്. അപ്പോൾ അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയിലേക്ക് ഇതാ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അത് പാപമോചനത്തിൻ്റെ കൃപ ഒഴുകിയെത്തുന്നു. ഇതിനെ നമുക്ക് ഓരോ ആരാധനയിലും സ്വീകരിക്കാനായിട്ട് സാധിക്കും. വീണ്ടും പറയാണ്, പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും. അപ്പോൾ അനുദപിക്കുന്ന പാപിയുടെ മേൽ പുത്രൻ്റെ കൃപ വർഷിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ സഹവസിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം. സംബന്ധവും സഹവാസവും അവനുണ്ടാകുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ ആശീർവാദത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമുക്ക് പിതാവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയണം, പുത്രൻ്റെ കൃപയെ പ്രാപിക്കാൻ കഴിയണം, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ആശീർവാദം പുത്രനായ ദൈവത്തിൻ്റെ നാമത്തിലുള്ളൊരു ആശീർവാദമാണ്. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സ്നേഹവും ആ ആശീർവാദത്തിൽ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ ആശീർവാദം തൃത്വനാമത്തിലുള്ള ആശീർവാദമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള തൃത്വദൈവത്തിലുള്ള ആരാധന, തൃത്വത്തിലുള്ള ആശീർവാദം, തൃത്വത്തിൻ്റെ കൃപയും ആശീർവാദവും നമുക്ക് ലഭിക്കുകയാണ്. നാലാമത്തെ ആശീർവാദം വിശ്വാസികളെ പിരിച്ചയച്ചുകൊണ്ട് പുരോഹിതൻ നൽകുന്ന ആശീർവാദമാണ്. ആ ആശീർവാദത്തിൽ വിശ്വാസിയെ പുരോഹിതൻ സംബോധന ചെയ്യുന്നത് വിശുദ്ധ മാമോദിസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ശ്രീബായിൽ രക്ഷിക്കപ്പെട്ട അടയാളമാകുന്ന ശ്രീബായുടെ അടയാളം കൊണ്ട് മുദ്രയിട്ടപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ ശ്രീബായുടെ അടയാളം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ, വിശുദ്ധ മാമോദിസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവർ, ഈ രണ്ട് മുദ്രകളെക്കുറിച്ച് നമ്മളെ പുരോഹിതനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മുദ്രകളെയും നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവിൻ്റെ രക്ഷാകരമായ ക്രൂശിനാൽ ശ്ലീബായാൽ രക്ഷിക്കപ്പെടുക എന്ന അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്കാണ് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആശീർവാദത്തിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെടുക. എന്താണ് വിശുദ്ധ മാമോദീസായുടെ റൂഷ്മ എന്ന് പറയുന്നത്? അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ശ്ലീബ അടയാളത്തിലുള്ള മുദ്രയാണ്. ആ മുദ്ര സ്വീകരിക്കുന്നതിന് മുമ്പ് ഇതാ സ്നാനാർത്ഥിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്നാനാർത്ഥിയെ അല്ലെങ്കിൽ ശിശുവിനെ തലതൊടുന്ന വ്യക്തി പറയുന്നുണ്ട്, പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള കൽപ്പന നടത്തുന്നുണ്ട്. അതിനുശേഷം യേശുമിശിഹായെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അങ്ങനെ പിശാചിനെ ശാസിക്കുകയും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് വിശുദ്ധ മാമോദീസായുടെ മുദ്ര നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും പുരോഹിതൻ വിശ്വാസിയെ അവസാനമായി പിരിച്ചയക്കുമ്പോൾ അവസാനത്തെ ആശീർവാദത്തിൽ പറയുകയാണ്, മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ എന്ന്. ഈ മുദ്ര സ്വീകരിച്ചവർക്കാണ് ഈ ആശീർവാദം പൂർണ്ണമായും സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ ആശീർവാദത്തെ, ഈ മുദ്രയെ, ഈ റൂഷ്മയെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, അതിനെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്കിത് പ്രേരണ നൽകുന്നു. മാമോദിസായുടെ മക്കളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത് മാമോദിസായിൽ സ്വീകരിച്ച അഭിഷേകത്തെ ഓരോ വിശുദ്ധ കുർബാനയിലും വീണ്ടും ആ മുദ്രയെ പുതുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ മാമോദിസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന്. മരിച്ചുപോയവരുടെ ആത്മാക്കൾ രക്ഷപ്രാപിക്കുക എന്ന് പറയുന്നത് നമുക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആത്മാവിനും സ്വാതന്ത്ര്യം നേടാനായിട്ട് അതിന് കാരണമായിത്തീരും. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും മരിച്ചവർക്ക് വേണ്ടി കൂടി അർപ്പിക്കപ്പെടും. പരിശുദ്ധാത്മാ അഭിഷേകം അതിനെ പുതുക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് വിശുദ്ധ കുർബാനയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആശീർവാദങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പുതുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു അപ്പവീഞ്ഞുകളുടെ ബലി സിഹിയോൻ മാളിയിൽ വെച്ച് സ്ഥാപിച്ചതിന് ശേഷം കാൽവരി മലയിലേക്ക് കടന്നുപോയി അവിടുന്ന് സ്വയം ബലിയായി തീർന്നു. ഈ രണ്ട് ബലികളുടെയും സിഹിയോൻ മാളികയിൽ വെച്ച് അർപ്പിച്ച മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ബലിയുടെയും അതിൻ്റെ തന്നെ ആവിഷ്കാരമായ, അതിൻ്റെ തന്നെ പൂർത്തീകരണമായ
കാൽവരി മലയിലും ഗെത്സമനയിലും അവിടെ നടത്തിയ ബലിയുടെയും അഭിഷേകം അത് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ രണ്ട് ബലിയുടെയും പരമമായ ഉദ്ദേശ്യം എന്തായിരുന്നു? വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി കൽപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവ് എന്തിനു വേണ്ടിയാണ് ബലിയായി തീർന്നത് അല്ലെങ്കിൽ ബലി അർപ്പിച്ചത്? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. നമ്മുടെ നിരവധിയായ പാപകടങ്ങൾ ക്ഷമിക്കുകയും അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുകയും, ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവിൻ്റെ ബലിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയിലും ഇതുതന്നെയാണ് ആവിഷ്കരിക്കുന്നത്. കർത്താവിൻ്റെ പരമമായ ബലി ഒരിക്കലായിട്ട് സെഹിയോൻ മാളികയിലും ഗെത്സമൻ തോട്ടത്തിലും പിന്നീട് കാൽവരിയിലും അത് തുടർച്ചയായി പൂർത്തീകരിക്കപ്പെട്ടു. ആ ബലി തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവിഷ്കരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബലിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ബലിയുടെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മാനവരാശിക്ക് പാപമോചനം നൽകുക, അവന് കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുക. പരിശുദ്ധാത്മാവിൻ്റെ പാപമോചനം നേടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നത് നിത്യജീവൻ്റെ അച്ചാരമായിട്ടാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ ജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയല്ല നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടിയല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിത്യജീവൻ്റെ അച്ചാരമാണ്. അപ്പോൾ ആരെല്ലാം പരിശുദ്ധാത്മാവോട് നിറയുന്നുവോ അവരുടെ ഉള്ളം നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് ത്രസിക്കും. നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് അവൻ്റെ മനസ്സ് ആകാംക്ഷാഭരിതമായിത്തീരുന്നു. അത് നിത്യജീവൻ്റെ അച്ചാരമാണ് പരിശുദ്ധ റൂഹ. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പുതുക്കുന്നു എന്ന് പറഞ്ഞാൽ നിത്യജീവനെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നശ്വരമായി ഈ ലോകത്തിൽ നിന്ന് അനശ്വരമായൊരു ലോകത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അതിഭൗതികമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് അതിന് സാധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെയും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ സാധിച്ചെടുക്കുന്നതിൽ നമുക്ക് ലഭിക്കുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് സെഹിയോൻ മാളികയിൽ വെച്ച് കർത്താവ് കാൽവരി മലയിൽ ബലിയായി തീർന്നപ്പോൾ അവിടെ നിന്ന് സ്വീകരിച്ച അഭിഷേകമാണ്. ജോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ അവിടെ നിന്ന് സ്വീകരിച്ച അഭിഷേകമാണ്. അത് പരിശുശ്രൂഷയിലുടനീളം കർത്താവിൻ്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അത് പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ മേലെ ചൊരിയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷാ വേളയിൽ ശിഷ്യന്മാരുടെ മേൽ കൈവച്ചവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. വീണ്ടും പല പ്രകാരത്തിൽ അവരെ ഉത്ബോധിപ്പിച്ചു. അവർക്ക് തിരുവചനങ്ങളെ ഖണ്ഡിച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്തു. എന്നിട്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യസമൂഹത്തോട് വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ പാർക്കുവിൻ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ പാർക്കുവിൻ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് പെന്തക്കുസ്താ നാളിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ശിഷ്യസമൂഹത്തിൻ്റെ മേൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി വർഷിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഓരോ വിശുദ്ധ കുർബാനയിലും ഈ പെന്തക്കുസ്ത നാളിൽ ശിഷ്യസമൂഹത്തിൻ്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് ആവസിക്കുന്നത്. അതുകൊണ്ടാണ് പുരോഹിതൻ അകലെ നിന്ന് ആശീർവാദം തരുന്നത്. വിശുദ്ധ കുർബാനയിൽ ഒരിക്കൽ പോലും പുരോഹിതൻ വിശ്വാസിയെ സ്പർശിക്കുന്നില്ല. അകലെ നിന്നാണ് മദ്ബഹായിൽ നിന്നുകൊണ്ടാണ് ആശീർവാദം തരുന്നത്. അതുകൊണ്ട് അത് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ്. യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം പ്രാർത്ഥിച്ച് കാത്തിരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ പെന്തക്കോസ്ത് നാളിൽ അദൃശ്യകരം അവരുടെ മേൽ പതിഞ്ഞു. നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. ഓരോ വിശുദ്ധ കുർബാനയിലും ഇത്തരമൊരു ആവസിപ്പാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവിടെ പുരോഹിതനിൽ നിന്ന് ആത്മാവിൻ്റെ പകർച്ചയല്ല നമ്മൾ നേടുന്നത്. പുരോഹിതൻ്റെ മേലും ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളുടെ മേലും വിശ്വാസ സമൂഹത്തിൻ്റെ മേലും ഒരുപോലെ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കണമെന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കണം. ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചതിനെ തിരിശുരക്തങ്ങളാക്കി മാറ്റണം. വിശ്വാസ സമൂഹത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. ഇതാണ് ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥന. അപ്പോൾ പുരോഹിതൻ സ്വീകരിച്ച ആത്മാവിനെ
വിശ്വാസിക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയല്ല വിശുദ്ധ കുർബാന. അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള അപ്പസ്തോലിക സഭയാകുന്ന യാക്കോബായ സഭയുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നൊരു കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഉയർന്ന പീഠത്തിൽ മദ്ബഹായിൽ അതിൽ നിന്ന് വീണ്ടും ദർഗായിലേക്ക് പ്രവേശിച്ച് അവിടെയാണ് ബലി അർപ്പിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ആവശ്യപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹ അത് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് മദ്ബഹായിൽ നിന്നുകൊണ്ട് വിശ്വാസ സമൂഹത്തെ സ്പർശിക്കാതെ ഇതാ പുരോഹിതൻ്റെ കരങ്ങൾ ഉയർത്തി ആ കരങ്ങൾ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ആശീർവാദങ്ങളെല്ലാം നൽകുന്നത്. ആ ആശീർവാദം തലകുനിച്ച് നിന്നുകൊണ്ട് വിശ്വാസ സമൂഹം സ്വീകരിക്കുമ്പോൾ അത് ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാണ്. അപ്പോൾ പെന്തക്കോസ്താ നാളിൽ ഒരു ശിഷ്യൻ സമൂഹം സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോ വിശുദ്ധ കുർബാനയിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അത് ഒരു പുരോഹിതനിൽ നിന്ന് പകരപ്പെടുന്ന ഒരാത്മാവല്ല. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടാവുക എന്ന് പറയുന്നത് അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള സുറിയാനി സഭകൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇതാണ്. ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ആ വ്യക്തിയിൽ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാവുമായിട്ട് കലരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കലർപ്പുള്ള ഒരു ആത്മാവാണ്. അങ്ങനെ ഒരു വ്യക്തി സ്വീകരിച്ച ആത്മാവിനെ മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നാൽ അത് കലർപ്പുള്ള ആത്മാവിനെയാണ് പകർന്നു കിട്ടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെയും പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഇതാ വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ നൽകുന്ന ആശീർവാദം, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും അത് പുരോഹിതൻ സ്വീകരിച്ച ആത്മാവിനെ പകർന്നു തരികയല്ല, നേരെ മറിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തക്സായിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ റൂഹായെ അയക്കുന്ന റൂഹാഷണത്തിൻ്റെ പ്രാർത്ഥനകളിലെല്ലാം പറയുന്നുണ്ട്, ഇതാ ഈ അപ്പവീഞ്ഞുകളുടെ മേൽ, പാപിയും ബലഹീനുമായ ഈ പുരോഹിതൻ്റെ മേൽ, അതുപോലെ വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിക്കുക. കലർപ്പില്ലാത്ത ആത്മാവിനെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിൽ വിശ്വാസ സമൂഹത്തിന് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അത് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് കൂദാശകളുടെ പ്രത്യേകത. കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന വ്യക്തിയിൽ നിന്നല്ല അഭിഷേകം ഒഴുകുന്നത്, അത് ഉന്നതങ്ങളിൽ നിന്നാണ്. കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന പുരോഹിതൻ ഒരു മാധ്യമം മാത്രമാണ്. അതുകൊണ്ട് ഇതാ കൂദാശകൾ 7 കൂദാശകളിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ആ 7 കൂദാശകളുടെയും മകുടമാകുന്ന വിശുദ്ധ കുർബാന എന്ന കൂദാശയിലാണ് അത് പൂർണ്ണമായിട്ട് തികഞ്ഞിരിക്കുന്നത്. കൂദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്ക് പുതുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ പുതുക്കമാണ്, അല്ലെങ്കിൽ നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ച അഭിഷേകത്തിൻ്റെ പുതുക്കമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന ആരാധനയെ സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയായിട്ട് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഓരോ ആരാധനയിലും ഈ ആത്മാവിൻ്റെ അഭിഷേകത്തെ പുതുക്കുവാനായിട്ട്, തിരിച്ചറിവോടുകൂടി പുതുക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഒരു പാപിയായിട്ട് വിശുദ്ധ കുർബാനയെ സമീപിക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലും മാമോദീസായിൽ സ്വീകരിച്ച അഭിഷേകത്തെ പുതുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സമീപിക്കുക. ശത്രുക്കളുണ്ടെങ്കിൽ അവരെ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരികയും അവരോട് നിരുപാധികമായി അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ക്ഷമിക്കപ്പെടേണ്ട മേഖലകളുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും എല്ലാ മുറിവുകളും യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് ബലിയോട് ചേർത്ത് വയ്ക്കുക. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവകരങ്ങളിൽ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ, നമ്മിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കറകൾ മാലിന്യമേൽക്കാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇതാ ഉന്നതങ്ങളിൽ അല്ലെങ്കിൽ ദൈവകരങ്ങളിൽ തന്നെ സൂക്ഷിക്കാൻ തക്ക വിധം ആ ആത്മാവിനെ വിശുദ്ധിയോടെ പാലിക്കാൻ, ആത്മാവിനെ കറകൾ ഏൽക്കാതെ പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ അതിനുള്ള ആഗ്രഹം നമ്മിലുണ്ടായിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് എൻ്റെ ശരീരം എന്ന അവബോധത്തിലേക്ക് നമ്മൾ വരിക. നിത്യജീവനെക്കുറിച്ചുള്ള അവബോധം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക. ഇങ്ങനെ നമ്മൾ ആരാധനയെ സമീപിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാന പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അഭിഷേകത്തെ പുതുക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് അത് നമുക്ക് രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ കുർബാന സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയായി
ആത്മാവിൻ്റെ അഭിഷേകത്തെ പുതുക്കുന്ന ആരാധനയായും രൂപാന്തരപ്പെടുന്നതിനുള്ള മറ്റൊരു മുൻകുറിയാണ് വചനം കൊണ്ട് ഉള്ളിൽ നിറയ്ക്കുക എന്നുള്ളത്. അതാണല്ലോ ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 6:63 നമ്മൾ വായിക്കുന്നത്. ഇതാ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ഇതാ ആത്മാവും ജീവനുമാണ്. അപ്പോൾ വചനത്തെ ആത്മാവും ജീവനുമായി രൂപാന്തരപ്പെടുത്താൻ തക്ക വിധം നമ്മൾ വചനത്തെ അനുസരിക്കുന്നവരും വചനത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവരുമാക്കി മാറ്റുക. നമ്മുടെ ഉള്ളിൽ വചനമാണ് ഉള്ളതെങ്കിൽ, വചനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിലുള്ള ആരാധനയെ അത് സജീവമായ ആരാധനയാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് വചനം മുറിച്ചതിന് ശേഷമാണ് പുരോഹിതൻ അപ്പം മുറിക്കുന്നത്. അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുരോഹിതൻ ഇതാ ഏവെങ്കുരയിൽ വായിച്ച് തിരുവചനങ്ങളെ പൂർത്തീകരിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ശ്ലീഹ വായിക്കുന്നുണ്ട്, അതിനു മുമ്പ് പൊതുലേഖനങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്, അതിനു മുമ്പായിട്ട് പഴയ നിയമത്തിൽ നിന്നും വായിക്കുന്നുണ്ട്. അങ്ങനെ തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പൂർത്തീകരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വചനത്തെ ഗ്രഹിക്കുക, അത് വിശുദ്ധ കുർബാനയിലുള്ള ആത്മാവിൻ്റെ അഭിഷേകത്തെ പൂർണ്ണമാക്കാനായിട്ട്, അതിനെ നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്ത വിശുദ്ധ കുർബാന വരെയും ആ അഭിഷേകത്തിൻ്റെ പുതുക്കം നമ്മിൽ നിലനിൽക്കണം. അതുകൊണ്ടാണ് പുരോഹിതൻ ബലിപീഠത്തോട് യാത്ര പറയുമ്പോൾ ഈ ബലിപീഠത്തെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് മാഞ്ഞു പോകാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസികൾക്കും ഈ പ്രാർത്ഥന ബാധകമാണ്. അപ്പോൾ ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്ത വിശുദ്ധ കുർബാന വരേക്കും വിശുദ്ധ കുർബാനയുടെ ഒരു ജീവിതം നമ്മൾ നയിക്കാനായിട്ട് ഇടയായിത്തീരണം. വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിച്ച അഭിഷേകത്തെ പുതുക്കാനായിട്ട്, അതിനെ നിലനിർത്താനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ബലിപീഠത്തെ സമീപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ, മാമോദീസായുടെ റൂഷ്മയാൽ നമ്മൾ മുദ്രിതമായിരിക്കുന്ന ആത്മാവിനെ, അതിൻ്റെ അഭിഷേകത്തെ അതിൻ്റെ പുതുക്കി കഴിഞ്ഞാൽ ആ പുതുക്കപ്പെട്ട ആത്മാവിൻ്റെ നിറവിലാണ് അടുത്ത വിശുദ്ധ കുർബാന വരെ നമ്മൾ ജീവിക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കളങ്കമോ ചുളിവോ കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ, കുമ്പസാരമെന്ന കൂദാശയിലൂടെ അതിനെ പരിഹരിച്ച് അനുദപിക്കുന്ന മനസ്സുമായിട്ട് വീണ്ടും അടുത്ത വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ സമീപിക്കുന്നു. അങ്ങനെ ജീവിതത്തെ ഒരു കുർബാനയിൽ നിന്ന് മറ്റൊരു കുർബാനയിലേക്കുള്ള ദൂരമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റണം. സ്നാനമേറ്റ് സഭയിൽ ജീവിക്കുന്ന, വിജയകരമായ ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ കുർബാനയ്ക്കും അടുത്ത മറ്റൊരു വിശുദ്ധ കുർബാനയ്ക്കും ഇടയിലുള്ളൊരു ദൂരമാണ്. ആ ദൂരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറുന്നത്. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും അടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ബലിപീഠത്തെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് മാഞ്ഞു പോകാനായിട്ട് ഇടയായിത്തീരരുത്. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ അടുത്ത കുർബാന വരേക്കും അതിൻ്റെ ഓർമ്മ നമ്മിൽ നിലനിൽക്കണം, സ്മരണ നമ്മിൽ നിലനിൽക്കണം. എന്താണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സ്മരണ? അത് അഭിഷേകമല്ലാതെ മറ്റൊന്നുമല്ല. മാമോദീസായുടെ റൂഷ്മയെ പുതുക്കിയിരിക്കുകയാണ്. ആ റൂഷ്മയുടെ അഭിഷേകത്തിൻ്റെ ഓർമ്മ നമ്മിൽ നിന്ന് മാഞ്ഞു പോകരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ, ആത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതാണ് വിശുദ്ധ കുർബാനയുടെ സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മരണ നമ്മിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള, അതിനെ പുതുക്കാനുള്ള ശുശ്രൂഷയായി, കൂദാശിയായി വിശുദ്ധ ബലിയെ, സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയായി വിശുദ്ധ കുർബാനയെ കാണുവാനും അനുഭവിക്കുവാനും അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, അവിടുന്ന് നൽകിയ അഭിഷേകത്തെ, വിശുദ്ധ മാമോദീസായിലൂടെ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിലനിർത്തുവാനും പുതുക്കുവാനും, ആ മാമോദീസായുടെ റൂഷ്മയെ, ആ മുദ്രയെ പുതുക്കുവാനും ഓരോ വിശുദ്ധ കുർബാനയിലും സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയിലൂടെ അവിടുന്ന് നൽകിയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവ് വരേക്കും ഞങ്ങൾക്കായി കൽപ്പിച്ച് നൽകിയ ആരാധനയെ പൂർത്തീകരിക്കുവാൻ, അവിടുത്തെ ഹിതപ്രകാരം അതിനെ അനുവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. Testimony